നമസ്കാരം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കുന്ന ആ പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക? നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന ആ പ്രക്രിയ. ഒരു 5 സ്റ്റെപ്പാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടുവാൻ സാധിക്കും. ഇതിനു മുമ്പായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം, പലരും ചോദിക്കുന്ന കാര്യമാണ്, ലോ ഓഫ് അട്രാക്ഷൻ ശരിയാണോ? ഇതൊരു തട്ടിപ്പല്ലേ? എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുണ്ടോ എന്നുള്ളത്. എന്നാൽ 100% ഉറപ്പോടെ ഞാൻ പറയുന്നു, ഇതിന് ശാസ്ത്രീയ അടിത്തറയുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളെയും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കല്ലിനെ നാം മുകളിൽ നിന്ന് കൈവിടുകയാണെങ്കിൽ അത് താഴേക്കാണ് പോകുന്നത്. ഒരിക്കലും അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല, സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഒരു പ്രപഞ്ച യാഥാർത്ഥ്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന മനോഹരമായ ചിന്തയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കുന്ന ഈ പ്രക്രിയയാണ് പറയുന്നത് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ആവിഷ്കരിക്കുക. എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് യാഥാർത്ഥ്യമായി ഉണ്ടാക്കുക, നിർമ്മിക്കുക, നേടിയെടുക്കുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥ രീതിയിൽ ശരിയായ സ്റ്റെപ്പിലൂടെ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നേടുവാൻ സാധിക്കും. സംശയിക്കേണ്ട ആവശ്യമില്ല. 5 സ്റ്റെപ്പുകളിൽ ഒന്നാമത്തെ കാര്യമാണ് സെറ്റ് യുവർ ഇന്റൻഷൻസ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് നിർവചിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ചില ആളുകൾ പറയും, എനിക്ക് സന്തോഷം വേണം, എനിക്ക് പണം വേണം, എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് നല്ല ബന്ധം വേണം, നല്ല വീട് വേണം. എന്നാൽ ഒന്നുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നല്ല വീട് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരു ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ജോലി നിർവചിക്കുന്നത്? അപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായും വ്യക്തമായി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യുവാൻ, നിർവചിക്കുവാൻ, എഴുതുവാൻ, പറയുവാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് സമ്പത്ത് വേണമെന്ന് പറയുമ്പോൾ എത്രമാത്രം സമ്പത്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ സമ്പത്തെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയില്ല. ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുകയാണ്, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയുന്ന അവസ്ഥയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കിയിരിക്കുക, എന്താണ് എനിക്ക് വേണ്ടതെന്ന് കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി ഡിഫൈൻ ചെയ്യുവാൻ, നിർവചിക്കുവാൻ സാധിക്കുന്നത്. ജോൺ അസ്രഫ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചെല്ലാം വളരെയധികം പ്രചാരം നൽകുന്ന ആളാണ് ജോൺ അസ്രഫ്. സീക്രട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്ററി എല്ലാം അദ്ദേഹത്തെ കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന് ഒരു മനോഹരമായ വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ വീടിന്റെ ചിത്രം വരയ്ക്കുകയാണ്. വരച്ച ശേഷം അദ്ദേഹം തന്റെ പുസ്തകത്തിൽ അത് സൂക്ഷിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു വീട് വാങ്ങി. വീട് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ചിത്രം മറച്ചു നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടു, താൻ എന്താണോ വിഷ്വലൈസ് ചെയ്തത്, എന്താണോ ചിന്തിച്ചത്, എന്താണോ വരച്ചത്, എങ്ങനെയാണോ വീട് കണ്ടത്, അതുപോലെ വീടാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്, അദ്ദേഹം നേടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ മാനിഫെസ്റ്റേഷന്റെ ആദ്യ സ്റ്റെപ്പ്. എന്താണ് വേണ്ടതെന്ന് കൃത്യമായി നിർവചിക്കുക. എൻ്റെ ഒരു ക്ലയന്റ്, അവർക്കൊരു വാഹനം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏത് വാഹനമാണ് വേണ്ടതെന്ന് കൃത്യമായൊരു പടം നിങ്ങൾ നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ഉള്ളത് വരച്ച് നിങ്ങളുടെ വിഷൻ ബോർഡിൽ സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെ ആ പടം അദ്ദേഹം എനിക്ക് അയച്ചു തരികയും കുറെ നാൾക്ക് ശേഷം അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എന്തോ ഒരു പുതിയ വാഹനം വാങ്ങിയ ചിത്രമിട്ടു. പിന്നെ അദ്ദേഹത്തിന് അന്ന് എനിക്ക് അയച്ചു തന്ന പടം അയച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഇതേ വാഹനമാണ് ഞാൻ അന്ന് ആഗ്രഹിച്ചത്, ചിന്തിച്ചത്, വിഷ്വലൈസ് ചെയ്തത്, ഞാൻ നേടിയിരിക്കുന്നു. ഇതാണ് വിഷ്വലൈസേഷന്റെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്താണ് വേണ്ടതെന്ന് എത്രമാത്രം കൃത്യമായി നിർവചിക്കുവാൻ സാധിക്കുമോ അത്രമാത്രം നേടിയെടുക്കുവാനായിട്ട് എളുപ്പമാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ ചിന്തിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം ഉള്ള ഒന്നാണ്. യൂണിവേഴ്സ് എല്ലാം തികഞ്ഞതാണ്. നാം ആഗ്രഹിക്കുന്ന എന്തും ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു അടക്കി വെക്കാനാകാത്ത സത്യമാണ്. എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നതെല്ലാം സന്തോഷവും സമാധാനവും സമ്പത്തും ബന്ധങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ എത്തുന്ന പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ. ഈ പ്രപഞ്ചത്തിന് എന്തും നൽകുവാൻ കഴിയുമെന്നുള്ള ആ വലിയ തിരിച്ചറിവ്, അത്രയും വലിയൊരു പ്രപഞ്ചത്തിന്റെ പാർട്ടാണ് നമ്മളെന്നുള്ള മനസ്സിലാക്കൽ, അത് തന്നെ വലിയൊരു തിരിച്ചറിവാണ്.
അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ കുറെ പ്രശ്നങ്ങളൊക്കെ അലിഞ്ഞു തീരും. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ആത്മവിശ്വാസം വരും. ഒരു കാര്യമോട് ഞാൻ പറയാം, പലപ്പോഴും ഡിഫൈൻ ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, വെറുതെ അങ്ങ് ഡിഫൈൻ ചെയ്ത് കളയരുത്. ഇപ്പോൾ ഒരു പൊണ്ണത്തടിയുള്ള ആൾ പറയുകയാണ് എനിക്ക് നാളെ മൗണ്ട് എവറസ്റ്റ് കയറണം, അല്ലെങ്കിൽ ഒരു കുഴിമട്ടിനെ ആൾ പറയുകയാണ് നാളെ എനിക്ക് കോടീശ്വരനാണ്. സാധിക്കുമോ? സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടാകണം, അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള സമയവും ഉണ്ടാകണം. വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് പ്രപഞ്ചം നൽകണമെന്നില്ല. അത്രമാത്രം പ്രവർത്തിക്കാനും ആഗ്രഹിക്കാനും കഴിയുന്നവർക്കാണ് പ്രപഞ്ചം നൽകുന്നത്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, ഈ പ്രപഞ്ചം നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. പ്രപഞ്ചം നോക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഈ സമൂഹത്തോട് ചെയ്യുവാൻ സാധിക്കുന്നത്. വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സാധിക്കുമോ? വലിയ മാറ്റങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുവാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നവർ സഹായിക്കാനായി, കൂടെ നിൽക്കാനായി ഈ പ്രപഞ്ചം എപ്പോഴും തയ്യാറാണ്. നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് എന്താണ് വേണ്ടതെന്ന്. പ്രപഞ്ചം എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ്, സമൃദ്ധിയാണ് പ്രപഞ്ചത്തിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത്. എന്താണ് ആഗ്രഹിക്കുന്നത് നൽകുവാൻ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്, സംശയിക്കേണ്ട ആവശ്യമില്ല. അത് ലഭിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് വിഷ്വലൈസ്. നിങ്ങൾക്കത് വേണ്ടത് കിട്ടിയതായി ചിന്തിക്കുവാൻ, ഫീൽ ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? ഫീൽ എന്നുള്ള യഥാർത്ഥത്തിലുള്ള വാക്ക്, അത് അനുഭവിക്കുക. ഒരു മനോഹരമായ വീട് വേണമെന്ന് ആഗ്രഹിച്ചാൽ ആ മനോഹരമായ വീട്ടിൽ ആയിരിക്കുന്നത് ചിന്തിക്കുവാൻ സാധിക്കുമോ? അനുഭവിക്കുവാൻ സാധിക്കുമോ? ഫീൽ ചെയ്യുവാൻ സാധിക്കുമോ? ഒരു പരീക്ഷയിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നയാൾ ആ പരീക്ഷയിൽ വിജയിച്ചതായി ഫീൽ ചെയ്യുവാൻ സാധിക്കുമോ? ആ പരീക്ഷ വിജയിച്ചപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ഞാൻ കാണുന്ന അനുഭവം, അത് കാണുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ജയ് വിളിക്കുന്ന അനുഭവം, എന്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ അഭിനന്ദിക്കുന്ന അവസ്ഥ, ഒരു ജോലി, ആ ജോലിയിൽ ഞാൻ ആയിരിക്കുന്ന സീറ്റിലായിരിക്കുന്നത്, ആ സാലറി വാങ്ങുന്നത്, ഇത് അനുഭവിച്ചുകൊണ്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒരു പബ്ലിക് സ്പീക്കർ ആകാൻ ആഗ്രഹിക്കുന്നയാൾ ഒരു സ്ഥലത്ത് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുമ്പോൾ ആളുകൾ ആരോ മുഴക്കുന്നത് അനുഭവിക്കുവാൻ, ആ രോമാഞ്ചം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഈ ഫീൽ വളരെ പ്രധാനപ്പെട്ടാണ്. എത്രമാത്രം അനുഭവത്തോടു കൂടി, ഫീലോടു കൂടി വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് മാനിഫെസ്റ്റേഷന്റെ വിഷ്വലൈസ് ചെയ്യുക. ഇത് ശാസ്ത്രീയമായ ധാരാളം അടിത്തറകളുണ്ട്. ഈ ന്യൂറോ സയൻസ് പഠിച്ചു നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ശാസ്ത്രീയ അടിത്തറ ഉള്ളത് ഒന്നാണെന്ന്. പല ആൾക്കും സംശയമാണ്, എനിക്കിത് സാധിക്കുമോ? കാരണം എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, എനിക്കതിനുള്ള സാഹചര്യമൊന്നുമില്ല. അതൊക്കെ നേടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിയും വലിയ ബാക്ക്ഗ്രൗണ്ടും വലിയ കഴിവുകളും സംവിധാനവും ഉള്ള ആളുകൾക്കാണ് സാധിക്കുന്നതെന്ന് പലരും ചിന്തിക്കുന്നത്. പക്ഷെ ന്യൂറോ സയൻസിലെ ഒരു ആശയമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സാധാരണക്കാരനും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ബ്രെയിൻ എന്ന് പറയുന്നത്, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വലിച്ചു നീട്ടാൻ സാധിക്കുന്ന ഒന്നാണ്. കഴിവ് ഇപ്പോഴില്ലെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്തുവാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആ ചിന്താഗതി ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ബുദ്ധി കുറവാണെങ്കിലും, കഴിവ് കുറവാണെങ്കിലും, പണം കുറവാണെങ്കിലും, ഇൻഫ്ലുവൻസ് കുറവാണെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യുക, അത് അനുഭവിക്കുന്നതായി ഫീൽ ചെയ്യുക, അത് വിഷ്വലൈസ് ചെയ്യുക. റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RAS എന്ന് പറയുന്ന ഒരു ന്യൂറോ സയൻസിലെ ചിന്തയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഫിൽട്ടറിംഗ് പ്രോസസ്സാണ്. ഒരു കാര്യം നാം ആഗ്രഹിക്കുന്നു, അത് നാം സ്വപ്നം കാണുന്നു, അത് ആരംഭിച്ചു കഴിയുമ്പോൾ തന്നെ ബ്രെയിനിന് ഫിൽട്ടർ ഇടുകയാണ്. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ, നോട്ടത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ തിരിച്ചുവിടുന്ന പ്രോസസ്സാണ് RAS എന്ന് പറയുന്നത്. ഈ ഫിൽട്ടറിലൂടെയാണ് പിന്നെ നാം കടന്നു പോകുന്നത്. ഇപ്പോൾ വലിയൊരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ റോഡിലൂടെ പോകുമ്പോൾ അതുപോലെ കാണാത്ത താൻ ആഗ്രഹിച്ച വാഹനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ വീട് വേണമെന്ന് ആഗ്രഹിച്ചയാൾ പിന്നീട് യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്നതെല്ലാം താൻ ആഗ്രഹിക്കുന്ന പോലത്തെ വീടുകളാണ്. ഇതാണ് ഫിൽട്ടറിംഗ് പ്രോസസ്. ഈ ഒരു റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിലൂടെ നാം വിഷ്വലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നാം ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് നമ്മെ നയിച്ചു വിടുന്ന ഒരു ന്യൂറോ സയൻസ് കൂടി ഇതിനുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. വളരെ മനോഹരമായ ആശയമാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്.
ഒരു പ്രവചനം പോലെ നേരത്തെ പറയുകയാണ് എനിക്കിത് വേണം, അത് സാധ്യമാവുകയാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിൽ വിചാരിക്കാത്ത ഒരു കാര്യവും സംഭവിക്കില്ല. ആദ്യം സ്വപ്നങ്ങൾ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ, ലോകത്തിലെ അത്ഭുതങ്ങളാകട്ടെ, വൻ കണ്ടുപിടുത്തങ്ങളാകട്ടെ, വൻ നേട്ടങ്ങളാകട്ടെ, എല്ലാം ആരുടെയോ മനസ്സിൽ ഒരിക്കൽ രൂപപ്പെട്ടതാണ്, അല്ലെ? മനസ്സിലാണ് ആദ്യം രൂപപ്പെടേണ്ടത്. മനസ്സ് രൂപപ്പെട്ടത് ചിന്തിക്കുകയാണ്, അത് സ്വപ്നം കാണുകയാണ്, അത് ഫീൽ ചെയ്യുകയാണ്. റൈറ്റ് ബ്രദേഴ്സ് അവര് ഒരു വിമാനം പറത്തുന്നതായി, ഒരു വിമാനത്തിൽ പറക്കുന്നതായി ഒരിക്കൽ സ്വപ്നം കണ്ടുല്ലേ? ആ സ്വപ്നമാണ് പിന്നീട് യാഥാർത്ഥ്യമായി മാറിയത്. ഈ ഓപ്ര വിൻഫ്രി എന്ന് പറയുന്ന അവർ പലപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും മാനിഫെസ്റ്റേഷനെ കുറിച്ചും പറയുന്നുണ്ട്. ഇന്ന് വളരെ പ്രശസ്തയായ വ്യക്തിയാണ്. മിസിസിപ്പി എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു ദരിദ്രയായ പെൺകുട്ടിയായി ജീവിച്ചു വളർന്ന ആളാണ് ഓപ്ര വിൻഫ്രി. പീഡിപ്പിക്കപ്പെട്ടു, ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു. ദാരിദ്ര്യം, പട്ടിണി, കഷ്ടപ്പാട്. ആ അവസ്ഥയിൽ അവർ സ്വപ്നം കാണുകയാണ്, വിഷ്വലൈസ് ചെയ്യുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് വലിയ നേട്ടം ഉണ്ടാക്കണം, സെലിബ്രിറ്റി ആകണം, ഇൻഫ്ലുവൻസർ ആകണം, ബിസിനസ് പേഴ്സണാലിറ്റി ആകണം. അത് സാധിക്കുകയാണ്. അതുതന്നെയാണ് എത്രമാത്രം മോശം സാഹചര്യമാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എനിക്ക് ചിന്തിക്കുവാൻ, ഫീൽ ചെയ്യുവാൻ, വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം. ചിലപ്പോൾ നിങ്ങൾ വളരെ വിഷമത്തോടെ കടന്നു പോകുന്ന ആളായിരിക്കാം, ദുഃഖത്തോടെ കടന്നു പോകുന്ന ആളായിരിക്കാം. വേർപാടിന്റെ ദുഃഖം, നിരാശയുടെ ദുഃഖം, പരാജയത്തിന്റെ ദുഃഖം, എത്രമാത്രം ശ്രമിച്ചിട്ടും വിജയിക്കാത്തതിന്റെ ദുഃഖം, കടബാധ്യതയുടെ ദുഃഖം, സ്നേഹിച്ചവർ ഉപേക്ഷിച്ചു പോയ ദുഃഖം, ഇങ്ങനെയെല്ലാം അനുഭവിക്കുന്ന ആളായിരിക്കാം. ഒരു കാര്യം 100% ഉറപ്പോടുകൂടിയും വിശ്വാസത്തോടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എത്രമാത്രം താഴെ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഉയർന്നു വരുന്നതായി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. വിജയിച്ചവരെല്ലാവരും തന്നെ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുപോയവരാണ്, നിരാശയുടെ അന്ധകാരത്തിൽ താണുപോയവരാണ്. പക്ഷെ അവർ വിഷ്വലൈസ് ചെയ്യുകയാണ്, എനിക്ക് ഉയർത്തേക്ക് നിൽക്കണം, എനിക്ക് ഉയരങ്ങളിലേക്ക് കടന്നു വരണം, എനിക്കും അനിത സാധാരണമായ ജീവൻ നയിക്കണമെന്നുള്ള ശക്തമായ ആ വിഷ്വലൈസേഷൻ സാധിക്കുന്നുണ്ടോ? ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ വിജയിച്ചത്, ഞാൻ നേടിയെടുത്തത്, ഞാൻ അനുഭവിക്കുന്നത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും അത് നമുക്ക് നേടുവാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞത് വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഫീൽ ചെയ്യണം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ബിലീഫ്, വിശ്വസിക്കുക. സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നുള്ള സത്യത്തെയാണ്. ഈ പ്രപഞ്ചത്തിൽ നൽകാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്. ഒരു കാരണവശാലും സംശയിക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് നേടിയെടുത്തിരിക്കുന്നു, ഞാനത് അനുഭവിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആക്ഷൻ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി ഡിഫൈൻ ചെയ്തു, ഇന്റൻഷൻ സെറ്റ് ചെയ്തു, നിങ്ങളത് വിശ്വസിച്ചുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആക്ഷനാണ്. പലപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ആളുകൾ സംശയിക്കാനും അല്ലെങ്കിൽ വികലമായി ചിന്തിക്കാനും കാരണം എന്ന് പറയുന്നത്, ആദ്യത്തെ 2 സ്റ്റെപ്പ് ചെയ്യും, എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറയും, എഴുതും, വിഷ്വലൈസും ചെയ്യും. പക്ഷേ പലപ്പോഴും ആക്ഷൻ ചെയ്യാനായിട്ട് മറന്നുപോകുകയാണ്. അതിനുവേണ്ടിയുള്ള ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ചെറുതായി തന്നെ നിങ്ങൾ അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ആരംഭിക്കുക. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴും ഇങ്ങനെ എഴുതുമ്പോഴും ആക്ഷൻ ചെയ്യുന്നതെന്ന് അറിയാമോ? അതിന് ഒരു ശാസ്ത്രീയ വശമുണ്ട്. കോഗ്നിറ്റീവ് പ്രൈമിംഗ് എന്ന് പറയും. എനിക്ക് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒന്നാണ് കോഗ്നിറ്റീവ് പ്രൈമിംഗ്. നാം ഒരു കാര്യത്തെ തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ, അത് സ്വപ്നം കാണുമ്പോൾ, അത് ഫീൽ ചെയ്യുമ്പോൾ, അത് വീണ്ടും വീണ്ടും എഴുതുമ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ സ്വയം തോന്നിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് കോഗ്നിറ്റീവ് പ്രൈമിംഗ്. ചിന്തിക്കുന്നത് നമുക്ക് ചെയ്യാനായിട്ട് തോന്നും. കുറെ നാൾ ചുമ്മാ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല, കുറെ നാൾ ചുമ്മാ അങ്ങനെ എഴുതാൻ സാധിക്കില്ല. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ പോലും നാം ചിന്തിക്കുമ്പോൾ, എഴുതുമ്പോൾ അത് ചെയ്യാൻ നമുക്ക് സ്വാഭാവികമായി സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. നിങ്ങൾ ആദ്യത്തെയും 2ാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും കോഗ്നിറ്റീവ് പ്രൈമിംഗ് എന്ന് പറയുന്ന 3rd സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് നടക്കുവാൻ സാധിക്കും. അപ്പൊ ആദ്യ സ്റ്റെപ്പ് പൂർണ്ണമായും വ്യക്തമായും പൂർത്തീകരിക്കുക. ഡിഫൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ആക്ടിവിറ്റി പലപ്പോഴും ചെയ്യിക്കാറുണ്ട്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായ ഒരു ബോർഡിൽ, വിഷൻ ബോർഡിൽ അത് എഴുതാം, പടമായി വരയ്ക്കാം, ചിത്രമായി വരച്ചത് സ്റ്റേപ്പിൾ ചെയ്യാം. നാം എപ്പോഴും പോകുന്ന ബ്രഷ് ചെയ്യുന്ന സ്ഥലങ്ങളിലോ, കുളിക്കുന്ന സ്ഥലങ്ങളിലോ, വായിക്കുന്ന സ്ഥലങ്ങളിലോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ്. വേണ്ടത് എന്താണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്ത് ഒരു ഡയറിയിലോ ബോർഡിലോ നാം എപ്പോഴും കാണുന്ന സ്ഥലത്ത് വെച്ച ശേഷം
അതിനെക്കുറിച്ച് ഫീൽ ചെയ്തുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നമുക്ക് ആക്ഷൻ ചെയ്യാൻ സാധിക്കും. സ്വാഭാവികം നമുക്ക് ആക്ഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം അത്രമാത്രം ആഗ്രഹിക്കുകയാണ്, ഫീൽ ചെയ്യുകയാണ്, അപ്പോൾ ആക്ഷൻ വരും. ഇങ്ങനെ ആക്ഷൻ ചെയ്യുന്ന ഈ സ്റ്റേജിനെയാണ് പറയുന്നത് ഫ്ലോ സ്റ്റേറ്റ്. അതൊരിക്കലും മറ്റുള്ള നിർബന്ധം കൊണ്ടല്ല, അതല്ലെങ്കിൽ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ദുഃഖത്തോടെ അല്ല ചെയ്യുന്നത്, അതിൽ ലയിച്ച് ചേർന്നുകൊണ്ട് ഞാൻ ആക്ഷൻ ചെയ്യുകയാണ്. സിക്സൺവിഹാരി എന്ന് പറയുന്ന ആളാണ് ഈ ഫ്ലോ സ്റ്റേറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തന്നത്. കാരണം നാം ആഗ്രഹിക്കുന്ന കാര്യത്തെ നേടുവാനുള്ള ശ്രമത്തെ ഒരു അനായാസമായ കാര്യമായി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരിക്കലും അതൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല. അത് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു എൻജോയ്മെന്റ് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് വരാനായിട്ടാണ് മിഹാൽ നമ്മൾ പറയുന്നത്. ഈ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ മൈൻഡും നമ്മുടെ ആക്ഷനും കൂടി ചേർന്നുകൊണ്ട് ഒരു ഫ്ലോ സ്റ്റേറ്റ്, ഒഴുകുന്ന അവസ്ഥ, അതിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ചെയ്യുന്ന ആക്ഷൻ എത്രമാത്രം ആസ്വദിച്ചുകൊണ്ട് സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. ഒരു സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പഠിക്കുന്നത് എത്രമാത്രം മുഴുകിയിരുന്നുകൊണ്ടാണ്, എത്രമാത്രം സന്തോഷത്തോടെയാണ് ആ ആക്ടിവിറ്റി ചെയ്യുന്നത്. പണം ഉണ്ടാക്കാനായി ബിസിനസ് ചെയ്യുന്നയാൾ എങ്ങനെയാണ് ആ ബിസിനസിന്റെ ആക്ടിവിറ്റി ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്? വിഷമത്തോടെയാണോ, ദുഃഖത്തോടെയാണോ, പ്രായിക്കൊണ്ടാണോ, അതോ സന്തോഷത്തോടെയാണോ? ഞാൻ IAS നേടാൻ പോവുകയാണ്, ഞാൻ ബിസിനസ്സുകാരനായി മാറാൻ പോവുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന ആ വീട് സ്വന്തമാക്കാൻ പോവുകയാണ്, അല്ല ഞാൻ ആഗ്രഹിച്ച വിജയം നേടിയിരിക്കുകയാണ്. അതിൽ ലയിച്ചിരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഫ്ലോ സ്റ്റേറ്റ്, ഇതിനെ യൂണിവേഴ്സിന്റെ ലോയിൽ പറയുന്നത് ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ ഇൻസ്പിറേഷൻ ആണ്. അത് ചെയ്യാനായിട്ടുള്ളൊരു ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ഉത്സാഹത്തോടെയാണ് ചെയ്യുന്നത്, മടുപ്പോടെയല്ല, പൂർണ്ണ സന്തോഷത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ, പൂർണ്ണ ആഗ്രഹത്തോടെ എൻ്റെ കാര്യം നേടിയെടുക്കുവാൻ ഞാൻ ചെയ്യുകയാണ്. ഇപ്പൊ ജോസഫ് ഇത്താലി എന്ന് പറയുന്ന ആള്, അദ്ദേഹം കാനഡയിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടേറിയ ദാരിദ്ര്യം പിടിച്ച ഒരു ട്രക്കിലൊക്കെ ജോലി ചെയ്യുകയും റെയിൽവേ സ്റ്റേഷനിലെല്ലാം കടന്ന് ജീവിച്ച ആളാണ്. അദ്ദേഹം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വളരെ ഉത്സാഹത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയും പാഷനോടു കൂടിയും അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ചും ഒരു വൈറൽ മാർക്കറ്റിംഗിന്റെ എക്സ്പേർട്ടും എല്ലാമായി മാറി. ഞാൻ പറഞ്ഞു വരുന്നത് അത്രമാത്രം ഫ്ലോ സ്റ്റേറ്റിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നാമത് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായും വ്യക്തമായും ക്ലാരിറ്റിയോട് കൂടി ഡിഫൈൻ ചെയ്യുക, അത് എഴുതുക, വിഷൻ ബോർഡിലോ ജേർണലിലോ എഴുതുക. എത്രമാത്രം കൃത്യതയുണ്ടോ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, അത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ, വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ, ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. മൂന്നാമത്തെ കാര്യം ഇൻസ്പയർഡ് ആക്ഷൻ, ഉത്സാഹത്തോടെ അതിൽ മുഴുകിയിരുന്നുകൊണ്ട് ഫ്ലോ സ്റ്റേറ്റ് നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള ആക്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2008 ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്. ഗില്ലിറ്റ് ആൻഡ് ഗാരറ്റ് എന്ന് പറയുന്ന ആൾ നടത്തിയ പഠനമാണ്. ആ പഠനത്തെക്കുറിച്ച് ഡാനിയൽ ഗോൾമാൻ തന്റെ ഇമോഷൻ ഇന്റലിജൻസ് പുസ്തകത്തിലെല്ലാം എഴുതിയിട്ടുമുണ്ട്. കാരണം വോളിബോൾ പരിശീലിപ്പിക്കാനായിട്ട് ഒരു 3 ടീമുകൾ സംഘടിപ്പിക്കുകയാണ്. 3 ടീമുകൾ ഒരു മത്സരത്തിന് പോവുകയാണ്. ഒരു ടീമിനോട് നിങ്ങൾ സാധാരണ രീതിയിൽ വിശ്രമിച്ചോളാൻ പറയുന്നു, മറ്റേ ടീമിനോട് പറയുന്നു നിങ്ങൾ അതിന് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു, മറ്റു ടീമിനോട് പറയുന്നു നിങ്ങൾ ഈ മത്സരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെ വിജയിക്കുന്നത്, അത് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. ഈ 3 പേരും തങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശം അതേപോലെ പാലിക്കുകയാണ്. ഒരു ടീം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, രണ്ടാമത്തെ ടീം കഠിനമായി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നു, മൂന്നാമത്തെ ടീം അത് വിഷ്വലൈസ് ചെയ്യുകയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നില്ല, എങ്ങനെയാണ് കളിക്കുന്നത്, എങ്ങനെയാണ് മൂവ്മെന്റ് നടത്തുന്നത്, എങ്ങനെയാണ് വിജയിക്കുന്നത്, ഇതെല്ലാം സ്വപ്നം കാണുകയാണ്. ഈ മത്സരം നടന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റി പരിശീലിച്ചവര് 25% കൂടുതൽ ഇംപ്രൂവ്മെന്റ് കാഴ്ചവെച്ചു. എന്നാൽ വിഷ്വലൈസ് ചെയ്തവര് 23% പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ അത്രയും തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് കാര്യം വിചാരിക്കുക, നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുകയും വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന മാറ്റം എത്രയായിരിക്കും. ഇതാണ് ഈ പഠനം പറയുന്നത്, പവർ ഓഫ് വിഷ്വലൈസേഷൻ. ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്, ഇങ്ങനെയുള്ള പല ആശയങ്ങളെല്ലാം ന്യൂറോ സയൻസിൽ കാണുവാൻ സാധിക്കും. ഞാൻ ഈ വാക്കുകളെല്ലാം പറയാൻ കാരണം ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷന് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മിറർ ന്യൂറോൺസ്, നാം ഒരു കാര്യത്തെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, നാം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ, ഫീൽ ചെയ്യുമ്പോൾ ആക്ഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഈ കണ്ടിന്യൂസ് ആയി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നേടിയതുപോലെ ഫീൽ ചെയ്യുകയാണ്.
ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റിനെ കുറിച്ച്. രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡ്. ഈ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ കഴിവിനെ നോക്കിയോ അതല്ലെങ്കിൽ നമ്മുടെ ശക്തിയെ നോക്കിയോ ഒന്നുമല്ല, നാം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നാം വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ചിരിക്കുക എന്ന് വിചാരിക്കുക. ഇപ്പൊ ബ്രെയിൻ വിചാരിക്കാൻ ഓക്കെ ഈ മനുഷ്യന് സന്തോഷമുണ്ടായിരിക്കുന്നു, അപ്പോൾ പോസിറ്റീവായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നു, ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, നമുക്ക് സ്വാഭാവിക സന്തോഷം ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ നാം വിജയിച്ചതായി, നാം ലക്ഷ്യങ്ങൾ നേടിയതായി ഫീൽ ചെയ്യുമ്പോൾ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ ബ്രെയിൻ ചിന്തിക്കുകയാണ് അതെ ഈ അനുഭവം ഇയാൾ കൊടുക്കണം. അങ്ങനെയാണ് ബ്രെയിനിന്റെ പ്രവർത്തനത്തിനെ ഓട്ടോ പൈലറ്റ് എന്ന് പറയും. പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, അത് പറയുന്ന പേരാണ് പാരഡിയം. പാരഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ അധികം ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില ചെറുപ്പത്തിലൊക്കെ പല ആൾക്കും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പേരൻസ് പറയും അങ്ങോട്ടേക്ക് പോലെ, അത് ചെയ്യല്ലേ. നാം കേൾക്കുന്ന കാര്യങ്ങളിൽ ഒരു 70% നോ എന്നുള്ള വാക്കുകളായിരിക്കും ചെറുപ്പത്തിൽ. അത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. പക്ഷേ യെസ് എന്ന് പറയുന്ന വാക്കുകൾ കേൾക്കുന്നത് കുറവായിരിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ശരിയായിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് തെറ്റായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട് പോയിട്ടുണ്ടാകാം. ഇതാണ് പാരഡിയം എന്ന് പറയുന്നത്. ഈ പാരഡിയം കൊണ്ട് തന്നെ നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും എത്ര പ്രാപ്തി ഉണ്ടെങ്കിലും അത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകും. ഈ പാരഡിയത്തെ മാറ്റുന്ന പ്രക്രിയയാണ് പാരഡിയം ഷിഫ്റ്റ്. ചെറുപ്പകാലങ്ങളിൽ സമൂഹത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, സ്കൂളിൽ നിന്നെല്ലാം കിട്ടിയ തെറ്റായ എന്തെങ്കിലും പഠിപ്പിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന പ്രക്രിയയാണ് പാരഡിയം ഷിഫ്റ്റ്. ചിലപ്പോൾ പറയും ബ്രെയിൻ റീപ്രോഗ്രാമിംഗ്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നെല്ലാം പറയും. ഈ ഒരു പ്രോസസ്സ് വളരെ ആവശ്യമാണ്. ഭാഗ്യവശാൽ കുറെ ആളുകൾക്ക് നല്ല പേരന്റിങ് ലഭിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന, കറക്റ്റായി ഗൈഡ് ചെയ്യുന്ന മാതാപിതാക്കളും അധ്യാപകരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇത് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പാരഡിയം നമുക്കുണ്ട്. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയും. എനിക്ക് കഴിയില്ല എന്നും ഞാൻ ശ്രമിക്കാൻ പോലും തയ്യാറാകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? എന്റെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്. ഈ പാരഡിയമാണ് ചെറുപ്പകാലങ്ങളിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു പാരഡിയം. ഈ സബ് കോൺഷ്യസ് മൈൻഡില് നാം അറിയാതെ കിടക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം കിടക്കുകയാണ്. പണ്ട് പറഞ്ഞ നോകൾ, പണ്ട് പുതിയ കാര്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ തടഞ്ഞ ഓർമ്മകൾ, പണ്ട് പരാജയപ്പെട്ടപ്പോൾ നേരിട്ട അപമാനം, ഇതെല്ലാം കിടക്കുകയാണ്. പക്ഷെ ഇതിന് നമുക്കൊരു ട്രാൻസ് ആക്കി മാറ്റുവാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കഴിവില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ട്രാൻസ്, ഇപ്പൊ ട്രാൻസ് സിനിമയിലും കണ്ടിട്ടുണ്ടാവും, ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള വ്യക്തിയെ നമുക്ക് മാറുവാൻ സാധിക്കും. ഈ പാരഡിയം ഷിഫ്റ്റിലൂടെ, ബ്രെയിൻ റീപ്രോഗ്രാമിങ്ങിലൂടെ, മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ എല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് നാം ഒരു ട്രാൻസ് വ്യക്തിയെ മാറുകയാണ്. ശരിക്കും ഓരോ മനുഷ്യരും അത് തന്നെയാണ്. ട്രാൻസ് ആയിട്ടുള്ള ആളുകളാണ് ഓരോ മനുഷ്യരും. നമ്മുടെ ന്യൂറോ നെറ്റ്വർക്ക്സും പാത്വേസും എല്ലാം പലപ്പോഴും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്യേണ്ട തോന്നുന്നതിന്റെ കാരണം നിങ്ങളുടെ കുഴപ്പമല്ല, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പരാജയപ്പെടുമ്പോൾ പിറകിലേക്ക് പോകുന്നതിന്റെ കാരണം നിങ്ങളുടെ കുഴപ്പമല്ല, മടിയായി പോകുന്നതിന് കാരണം അല്ലെങ്കിൽ ചെയ്യാൻ ഭയം നിങ്ങളുടെ കുഴപ്പമല്ല. ഇതൊരു ന്യൂറോ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ശരിക്കും ബ്രെയിൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും മാറ്റി, ഭയത്തെ മാറ്റി, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയും സമാധാനമായും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരിക്കലും റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരിക്കലും ബ്രെയിൻ തയ്യാറെടുക്കില്ല. അവിടെയാണ് ഈ ട്രാൻസ് എന്ന് പറയുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള നമ്മെ തിരിച്ചറിയേണ്ടത്. ഞാൻ ഈ ഭാഗം പറയാൻ കാരണം, വിഷ്വലൈസ് ചെയ്യുമ്പോൾ, വീണ്ടും വീണ്ടും എഴുതുമ്പോൾ, വീണ്ടും വീണ്ടും പറയുമ്പോൾ നമുക്ക് നമ്മുടെ പാരഡിയത്തെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും, ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും, മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഞാൻ പല ക്ലയൻസിനെയും ഹാൻഡിൽ ചെയ്യാറുണ്ട്. പല ആളുകളെയും മാറ്റുക എന്ന് പറയുന്നത് കുറേയൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊക്കെ പല പ്രായത്തിലുള്ളവരായിരിക്കാം. എപ്പോഴും നമുക്ക് ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുക, നല്ലൊരു ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും വളരെ പ്രായമായ ശേഷമായിരിക്കാം, അല്ലെങ്കിൽ യങ് ആയ ശേഷമായിരിക്കാം അവർ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ചിലപ്പോൾ 25 വയസ്സ് വരെ, അല്ലെങ്കിൽ 35 വയസ്സ് വരെ, 40 വയസ്സ് വരെ എല്ലാം നാം പഠിച്ചതും നാം കേട്ടതും നാം ചിന്തിച്ചതുമായ കാര്യങ്ങളെ ഒരു നെറ്റ്വർക്കായി ബ്രെയിൻ രൂപപ്പെട്ടിരിക്കുകയാണ്, ഒരു മാപ്പ് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക, ഒരു പ്രതലത്തിൽ വെള്ളം ഒഴിക്കുകയെന്ന് വിചാരിക്കുക. വെള്ളം എങ്ങോട്ടേക്കായിരിക്കും ഒഴുകി പോകുന്നത്? സ്വാഭാവികമായിട്ടും എവിടെയെല്ലാമാണ് താഴ്വഴികളുള്ളത്, എവിടെയെല്ലാമാണ് വഴികളുള്ളത്, അതിലേക്ക് മാത്രമേ ഒഴുകി പോവുകയുള്ളൂ. ഇതാണ് മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും, ഇതെല്ലാമാണ് എപ്പോഴും നമ്മൾ ഉണ്ടാകുന്നത്. ഒരു പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പറയുന്നത് നോ ആയിരിക്കും, ചെയ്യേണ്ടെന്നായിരിക്കും, നിനക്ക് സാധിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. കാരണം അത്
ഒരു ന്യൂറോ നെറ്റ്വർക്ക് പാത്വേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ മാറ്റണമെങ്കിൽ തീർച്ചയായും ഈ റീപ്രോഗ്രാമിംഗ് ആവശ്യമാണെന്ന കാര്യവും ഈ സമയത്ത് ഓർക്കുക. ഒരു ട്രാൻസ്ഫർ വ്യക്തിത്വത്തിലേക്ക് ഒരു പാരഡൈം ഷിഫ്റ്റിലൂടെ നമുക്ക് അത് നേടിയെടുക്കുവാൻ സാധിക്കും. ഈ ബ്രെയിനിലൊരു പ്രധാനപ്പെട്ട ഒരു ഇമോഷണൽ ഭാഗമാണ് അമിഗ്ഡല. നമ്മുടെ ഇമോഷൻസിന്റെ എല്ലാം സെന്റേഴ്സ് ആണ്. ഈ ഇമോഷൻസിനെ തന്നെ നമുക്ക് പോസിറ്റീവായി മാറ്റിക്കൊണ്ട് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നേടിയെടുക്കുവാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വളരെ കൃത്യമായും വ്യക്തമായി ഫോളോ ചെയ്യേണ്ട. ഒന്നുകൂടി പറയാം, ഏറ്റവും ആദ്യ സ്റ്റെപ്പാണ് ഡിഫൈൻ ക്ലിയർലി. എത്രമാത്രം കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്താണ് വിഷ്വലൈസ് ചെയ്യുക. അത് ഫീൽ ചെയ്തുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഫ്ലോ സ്റ്റേറ്റിൽ നമുക്ക് അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് ആക്ഷൻ. നമുക്ക് അതിനുവേണ്ടി മോട്ടിവേറ്റഡ് ആയി ആക്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. നാലാമത്തെ സ്റ്റെപ്പാണ് ലെറ്റ് ഗോ എന്ന് പറയുന്നത്. ഇവിടെയാണ് പലപ്പോഴും ആളുകൾ വീണു പോകുന്നതായിട്ടും തളർന്നു പോകുന്നതായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം നന്നായി എന്താണ് വേണ്ടതെന്ന് കൃത്യമായി എഴുതി, വിഷൻ ബോർഡ് ഉണ്ടാക്കി എഴുതി, എല്ലാ ദിവസവും ജേർണൽ ചെയ്യുന്നുണ്ട്, സെൽഫ് അഫേം ചെയ്യുന്നുണ്ട്, സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സംശയം വരികയാണ്, എനിക്ക് സാധിക്കുമോ, ഇത് ശരിക്കും സാധിക്കുമോ, നേടിയെടുക്കാൻ സാധിക്കുമോ? പലപ്പോഴും സംശയം വരികയാണ്. ചില ആൾക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ആഗ്രഹിച്ചു, എനിക്കിത് ഇപ്പൊ തന്നെ വേണം, കിട്ടാൻ എന്തുകൊണ്ടാണ് വൈകുന്നേ, ക്ഷമിക്കാൻ തയ്യാറാകാൻ പറ്റുന്നില്ല, ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും ഗർഭകാലമുണ്ട്. നിങ്ങൾ എത്രമാത്രം തിരക്ക് കൂട്ടുന്നുവോ അത്രമാത്രം അത് വൈകുകയുള്ളൂ. ഒരു ചെടി നട്ടു, ആ ചെടിയുടെ ഇടയ്ക്കിടയ്ക്ക് വേര് പൊക്കി നോക്കിയാൽ എന്ത് സംഭവിക്കും? ആ ചെടി വളരുമോ? ഇല്ല. ആ ചെടിക്ക് പ്രോപ്പറായ സൺലൈറ്റ് വേണം, അതിന് വളം വേണം. അത് നമ്മൾ തീർച്ചയായും കൊടുക്കാൻ തയ്യാറാകണം. ഒരു കുഞ്ഞ് വയറ്റിൽ ഗർഭം ധരിച്ചാൽ ഒരിക്കലും സമയത്തിന് പുറത്തു വരിക എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്. ഇനി അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഈ ഒരു കാര്യം പലപ്പോഴും മറന്നു പോവുകയാണ്. അതിന് പകരം പിന്നീട് അങ്ങ് ഫ്രസ്ട്രേഷനാണ്, പിന്നീട് അങ്ങ് ആശയക്കുഴപ്പമാണ്, പിന്നീട് അങ്ങ് കാത്തിരിക്കാൻ സാധിക്കാത്ത രീതിയിൽ എന്തൊക്കെയോ പറയുകയും ആഹ്ലാദപ്പെടുകയും ചെയ്യാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ഫീലിങ്സ് അനുഭവിക്കുന്ന ആളായിരിക്കണം. ഇപ്പോൾ പണം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആള് പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകാതെയോ, എനിക്ക് പണമില്ലല്ലോ, എനിക്ക് പണം എന്നാണ് ഉണ്ടാകുക എന്നുള്ള വ്യാധിയാണോ ആവലാതിയാണോ? ഇതൊരു പ്രധാനപ്പെട്ട പരമരഹസ്യമാണ്, അല്ലെങ്കിൽ പരമസത്യമാണ്. എപ്പോഴും പോസിറ്റീവായി നമുക്ക് ഫീലിങ്സ് ഉണ്ടാക്കാൻ സാധിക്കണം. നെഗറ്റീവായ ഫീലിംഗ് ലോ ഓഫ് അട്രാക്ഷന്റെ സാധ്യതയെ കുറയ്ക്കും, മാനിഫെസ്റ്റേഷന്റെ പ്രക്രിയയെ നീട്ടും. അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് ഉണ്ടാകുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നിങ്ങളൊരു പരീക്ഷ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളുടെ സുഹൃത്ത് പരീക്ഷയിൽ ജയിച്ചു, നിങ്ങൾ എന്ത് തോന്നും? അവനത് കിട്ടിയില്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. അതെയോ, ഓക്കെ, വെരി ഗുഡ്, അവൻ അച്ചീവ് ചെയ്തിരിക്കുന്നു, വളരെ നല്ലൊരു കാര്യമാണ്, ഇതെനിക്ക് വലിയ ഇൻസ്പിറേഷനാണ്, അവനിൽ നിന്ന് എനിക്ക് മോട്ടിവേഷൻ ലഭിച്ചുകൊണ്ട് എനിക്ക് വിജയിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വലിയൊരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നല്ലൊരു വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കൂട്ടുകാരന് വാഹനം വാങ്ങിയപ്പോൾ അല്ലെങ്കിൽ നല്ല വീട് പണിതപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? അവനത് പണിതു, എനിക്ക് പണിയാൻ പറ്റില്ല എന്നാണോ? അതെ, അവനത് പണിതിരിക്കുന്നു, എന്ത് മനോഹരമായ വീട്, എന്ത് മനോഹരമായ വാഹനം, എത്ര നല്ല ജോലി. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ്, വികാരങ്ങളോടെ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷനെ നർത്തർ ചെയ്യുവാനും അല്ലെങ്കിൽ ഉയർത്തുവാനും സാധിക്കുള്ളൂ. ഈ ഫീലിംഗ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇമോഷൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ലെറ്റിംഗ് ഗോ വരുന്ന പ്രോസസ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കുള്ള നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ്, നെഗറ്റീവായുള്ള ചിന്ത, സംശയം, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ എന്താണ് പറയുക, മനസ്സ് ഇങ്ങനെ വിങ്ങിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥയെല്ലാം മാറ്റി ഒരു ഫ്ലോ സ്റ്റേറ്റിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാൻ സാധിക്കണം. ഈ ലോ ഓഫ് അട്രാക്ഷൻ നേടിയെടുത്ത അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിലൂടെ കാര്യങ്ങൾ നേടിയെടുത്ത ആളുകളെല്ലാം അവർ ഒരിക്കലും ആഗ്രഹിച്ചു, എഴുതി, പിന്നീട് അവർ സ്വസ്ഥമായി ജോലി ചെയ്യുകയാണ്, ആ ഫ്ലോയിൽ ജോലി ചെയ്യുകയാണ്. ഒരിക്കൽ പോലും സംശയിക്കുന്നില്ല, ഒരിക്കൽ പോലും അത് കിട്ടിയില്ലോ എന്ന് ഓർത്ത് ആഹ്ലാദപ്പെടുന്നില്ല, ഒരിക്കൽ പോലും അത് എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ചോദ്യം വരുന്നേ ഇല്ല. അവർ കാത്തിരുന്നുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുകയാണ്. എപ്പോഴും പോസിറ്റീവ് ഇമോഷൻസ് കൊണ്ട് നമ്മുടെ മനസ്സിനെ ഫില്ല് ചെയ്യാൻ സാധിക്കണം. ചില ആളുകളെല്ലാം കൺസൾട്ടേഷൻ വരുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്,
പിന്നെ കുറെ ആളുകൾ കുറ്റം പറയും, അല്ലെങ്കിൽ അയാൾ കാരണം, ഇന്നയാൾ കാരണം, അല്ലെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നേടിയെടുക്കുന്ന പ്രോസസ്സിനെ വല്ലാതെ വൈകിപ്പിക്കും. അതുകൊണ്ട് ഇതൊരു സുപ്രധാനമായിട്ടുള്ള ഗോൾഡൻ റൂളാണ്. നിങ്ങൾ എന്തെല്ലാം ഇമോഷൻസ് ആണ് ഫീൽ ചെയ്തത്, സുഖപ്രദമായിട്ടുള്ള സന്തോഷം, സമാധാനം, ആശ്വാസം, പ്രോത്സാഹനം, ഇങ്ങനെയുള്ള പോസിറ്റീവ് വികാരങ്ങൾ, അതെയോ അസൂയ, അഹങ്കാരം, പിന്നെ കണ്ണുകടി, ഇത്ര നെഗറ്റീവായ ചിന്തയാണോ, ആശങ്ക, സ്ട്രെസ്, ഈ നെഗറ്റീവായ ഇമോഷൻസ് എല്ലാം നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ വേഗതയെ കുറയ്ക്കും, സമയം നീട്ടും, നേടിയെടുക്കുവാനുള്ള പ്രക്രിയയിൽ നാം തളർന്നു പോകും. അതിന് ഒരു കാരണവശാലും നാം നെഗറ്റീവായി ചിന്തിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഓട്ടോ സജഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പോസിറ്റീവ് ജേർണലിംഗ് എന്ന് പറയും. ഇത് പറയാൻ കാരണം പലപ്പോഴും സ്വാഭാവികമായിട്ട് നാം കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം നെഗറ്റീവ് കാര്യങ്ങളായിരിക്കാം. അത് മാറ്റാൻ വേണ്ടിയാണ് പോസിറ്റീവായി മാറ്റുക എന്ന് പറയുന്നത്. ഈ കുറെ ആളുകളുണ്ട്, എനിക്ക് പണമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, എനിക്ക് സൗന്ദര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, എനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ ചിന്ത വരികയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ എന്തൊക്കെയാണ് നെഗറ്റീവ് ചിന്ത വരുന്നത് എന്ന് എഴുതുക. സ്വാഭാവികമായിട്ടൊരു 5-10 ചിന്ത സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകും. എനിക്ക് സൗന്ദര്യമില്ല എന്നുള്ളതായിരിക്കാം, എനിക്ക് പണമില്ല എന്നുള്ളതായിരിക്കാം, എനിക്ക് ലക്കില്ല എന്നുള്ളതായിരിക്കാം, കഴിവില്ല എന്നുള്ളതായിരിക്കാം. ഒരു ദിവസം നിങ്ങൾ അത് എഴുതുക. മറ്റു ദിവസം നിങ്ങൾക്ക് അതിന് അഗൻസ്റ്റ് ആയിട്ടുള്ള എഴുതുക. ഇപ്പോ എനിക്ക് സൗന്ദര്യമില്ല എന്നൊരാൾ എന്ത് എഴുതണം? ഐ ആം ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ, ഞാൻ വളരെ സുന്ദരനായ സുന്ദരിയായ വ്യക്തിയാണ്. എനിക്ക് ആരോഗ്യമില്ലെങ്കിൽ ഞാൻ സൂപ്പർ ഹെൽത്തി എന്ന് എഴുതാം, ഞാൻ ആരോഗ്യവാനാണ്. എനിക്ക് പണമില്ല എങ്കിൽ എഴുതാം സൂപ്പർ റിച്ച് എന്ന് എഴുതാം. എനിക്ക് കഴിവില്ല എങ്കിൽ എനിക്ക് അസാമാന്യമായ കഴിവും സിദ്ധിയും ഉണ്ട് എന്ന് എഴുതുക. ഇങ്ങനെ റിപ്പീറ്റഡ് ആയി എഴുതുകയും പറയുകയും ചെയ്യുന്നതിലൂടെ ഇതിനെ പറയുന്നത് കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നോ അല്ലെങ്കിൽ പോസിറ്റീവ് റീഫ്രെയിമിംഗ് എന്നെല്ലാം പറയാറുണ്ട്. നെഗറ്റീവായ ചിന്തയെ, നെഗറ്റീവായ തോട്ടിനെ പോസിറ്റീവായി മാറ്റുക. ഇതാണ് ആദ്യം പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ പാരഡിയം എന്നെല്ലാം പറയുന്നത്. വളരെ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ അഴിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കും. എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കാം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചിന്ത കടന്നു വരുന്നത്. ഈ രാത്രിയിൽ എല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡ് പതിയെ പതിയെ നാം ചിന്തിക്കുന്ന കാര്യങ്ങളെ കൊച്ചിക്കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ട്, 25 വർഷം, 35 വർഷം, 40 വർഷം എല്ലാം ചിന്തിച്ചതും അനുഭവിച്ചതും എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ഒരു ദിവസം കൂടെ മാറ്റണമെങ്കിൽ അത്രമാത്രം റീഫ്രെയിം ചെയ്യണം, മാറ്റി പറയണം, മാറ്റി ചിന്തിക്കണം, മാറ്റി എഴുതണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നേട്ടത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവായ ചിന്തകളെ ഇങ്ങനെ വാക്കുകൊണ്ടോ പറച്ചിൽ കൊണ്ടോ ഉറക്കെയോ എഴുതിയോ മാറ്റി മാറ്റി ഇതിനെ റീപ്രോഗ്രാം ചെയ്യണം. ഒരിക്കലും നെഗറ്റീവായ ചിന്ത ഈ പ്രോസസ്സിൽ, ഈ സ്റ്റേജിൽ കടന്നു വരാൻ പാടില്ല. ഈ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ധാരാളം ആളുകളെ കാണുവാൻ സാധിക്കും. ഇപ്പൊ ജിം ക്യാരി എന്ന് പറയുന്ന ആള്, അദ്ദേഹം വളരെ സാമ്പത്തികമായി അടിത്തട്ടിൽ പോയ ആളാണ്. അദ്ദേഹം ഒരു വിഷ്വലൈസേഷൻ എഴുതുകയാണ്, $10 million അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിക്കുന്നത്. അദ്ദേഹം എഴുതി വിഷ്വലൈസ് ചെയ്തു, 5 വർഷത്തിൽ അദ്ദേഹം നേടിയെടുക്കുകയാണ്. ഓപ്ര വിൻഫ്രി വളരെ നല്ല ഉദാഹരണമാണ്. ജോസഫ് ഇത്താർ നല്ല ഉദാഹരണമാണ്. സാറാ ബ്ലേക്ക്ലി, ബിൽ സ്മിത്ത്, ഇങ്ങനെ ധാരാളം ആളുകൾ, അർണോൾഡ് ഷ്വാർട്സ്നെഗർ, ഇങ്ങനെ ധാരാളം ആളുകള് ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നേടിയെടുത്താൽ നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്കും അത് സാധിക്കും, നമുക്കും അത് സാധിക്കും. ഒരിക്കലും ഈ ജീവിതം നിരാശയുടെ പടുക്കുഴിയിൽ വീണു പോകരുത്. ഞാൻ ആക്ഷൻ എന്നുള്ള കാര്യം പറഞ്ഞു. ചെറുതാണെങ്കിലും ആക്ഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മുന്നേറുവാൻ സാധിക്കും. ഈ യാത്രയിലൊക്കെ പരാജയങ്ങൾ ഉണ്ടാകും, വീഴ്ചകൾ ഉണ്ടാകാം, തെറ്റുകൾ ഉണ്ടാകാം. പക്ഷെ ഓരോ പടിപടിയായി നമുക്ക് കയറുമ്പോൾ വിജയം സുനിശ്ചിതമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവസാനത്തതും 5ാമത്തതുമായ കാര്യമാണ് സ്റ്റേ ഗ്രേറ്റ്ഫുൾ. ഇതൊരു വളരെ മനോഹരമായ ചിന്തയാണ്. ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. എനിക്കിപ്പോഴുള്ളതിനെ കുറിച്ച് എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് ഗ്രേറ്റ്ഫുൾ ആകാൻ സാധിക്കുന്നുണ്ടോ? നന്ദിയുള്ളവരാകാൻ സാധിക്കുന്നുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും, കൃതജ്ഞത. എനിക്കിപ്പോൾ ഉള്ളതിൽ എനിക്ക് നന്ദി പറയുവാൻ സാധിക്കുന്നുണ്ടോ? 5ാമത്തെ സ്റ്റെപ്പ് അതാണ്, നന്ദിയുള്ളവരായിരിക്കുക. ഇപ്പോൾ എനിക്ക് എന്തുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ എത്രമാത്രം നന്ദി പറയുന്നുവോ അത്രമാത്രം മാനസികമായിട്ടുള്ള സമാധാനവും സ്വസ്ഥതയും പിന്നീടുള്ള ഉയർച്ചയും ഉണ്ടാകും. ഇതിനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നെല്ലാം പറയാറുണ്ട്. എപ്പോഴും ആലോചിക്കുക, എനിക്ക് എന്താണുള്ളത്. ഒരിക്കലും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ചിന്തത പറയുന്നത്. എനിക്ക് എന്താണോ ഉള്ളത് അതിനെ കൗണ്ട് ചെയ്യുവാൻ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. എനിക്കുള്ളതിൽ നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്കുള്ളതിൽ സന്തോഷിച്ചുകൊണ്ട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുവാൻ സാധിക്കണം. ഈ പ്രപഞ്ചം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷിക്കുന്ന സ്ഥലത്തേക്കാണ് പ്രപഞ്ചം കൂടുതൽ നൽകുന്നത്. നല്ല ചിന്തയാണ്. ഉള്ളവന് ഇനിയും കിട്ടും,
ഇല്ലാത്തവന് ഉള്ളതും കൂടി പോകും. നിങ്ങൾക്ക് സന്തോഷമില്ലേ, ഇല്ലെങ്കിൽ ഉള്ള സന്തോഷം കൂടി പോകും. നിങ്ങൾക്ക് സമ്പത്തില്ലേ, ഇല്ലെങ്കിൽ ഉള്ള സമ്പത്ത് കൂടി പോകും. നിങ്ങൾക്ക് കഴിവില്ലേ, ഇല്ലെങ്കിൽ ഉള്ള കഴിവ് കൂടി പോകും. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്കുള്ള കഴിവിൽ സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉള്ള സൗന്ദര്യത്തിൽ അഭിമാനം കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? ഉള്ള കഴിവ് നിങ്ങൾക്ക് നന്നാക്കാൻ ശ്രമിക്കാൻ സാധിക്കുന്നുണ്ടോ? സോ സ്റ്റേ ഗ്രേറ്റ്ഫുൾ, താങ്ക്ഫുൾ ആയിരിക്കുന്ന ഗ്രാറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ആണ് ഈ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഈ 5ാമത്തെ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. അത് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആക്കുക. ഈ പ്രപഞ്ചം എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യത്തെ നൽകിയിരിക്കുന്നു, അത് ഗ്രേറ്റ്ഫുൾ ആക്കുക. ഈ പ്രപഞ്ചം എനിക്ക് ഞാൻ കൊതിച്ച, ഞാൻ ശ്രമിച്ച, ഞാൻ ഉത്കടമായി ചിന്തിച്ച കാര്യത്തെ നൽകിയിരിക്കുന്നു. നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ജോസഫ് ഡിസ്പെൻസർ എന്ന് പറയുന്ന ആള് അദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്തൊരു പുസ്തകമാണ് ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ. മറ്റൊരു പുസ്തകമാണ് പ്ലാസിബോ ഇഫക്റ്റ് എന്നെല്ലാം പറയുന്ന പുസ്തകങ്ങൾ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കഴിവില്ലെങ്കിലും നിങ്ങൾ ഉത്കടമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. തീർച്ചയായും അത് വിശ്വസിക്കുക. ദ പവർ ഓഫ് നവ് എന്ന പുസ്തകമുണ്ട്, എക്കറ്റാലയുടെ പുസ്തകമാണ്. അതിൽ പറയുകയാണ്, ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത്, ഈ നിമിഷം എന്താണ് പ്രവർത്തിക്കുന്നത്, ഈ നിമിഷം നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്, ഈ നിമിഷം നിങ്ങളുടെ ഫീലിംഗ് എന്താണ്. ഒരിക്കലും നിരാശയുടെ ചിന്തയിൽ ജീവിതം തീർന്നു പോകല്ലേ. ഒരിക്കലും ഇനി കഴിയില്ല എന്ന് വിചാരിച്ച് ആക്ഷൻ ചെയ്യാതിരിക്കരുത്. ഒരിക്കലും ക്ലോസ് ചാപ്റ്റർ എന്ന് കരുതി ആ അധ്യായം അവസാനിപ്പിക്കരുത്. തീർച്ചയായും സാധിക്കും. പോസിറ്റീവ് വികാരത്തോടെ, പോസിറ്റീവായ ചിന്തയോടെ, പോസിറ്റീവ് ആക്ഷനോടെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് അത് നൽകുവാനായിട്ട് തീർച്ചയായും സാധിക്കും. 5 സ്റ്റെപ്പുകൾ എപ്പോഴും ഓർക്കുക. 1ാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് വളരെ വ്യക്തമായും കൃത്യമായും ക്ലിയറായും ക്ലാരിറ്റി കൂടി നിങ്ങളുടെ ഇന്റൻഷനെ എഴുതുവാൻ, പറയുവാൻ, വിഷൻ ബോർഡിൽ പ്രദർശിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ. 2ാമത്തെ കാര്യം, നിങ്ങൾക്ക് എത്രമാത്രം റിയലായി വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേടിയെടുത്തായി ഫീൽ ചെയ്തുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. 3ാമത്തെ കാര്യം, ഇൻസ്പയർഡ് ആക്ഷൻ, ഉത്സാഹത്തോടെ, വളരെയധികം ഊർജത്തോടെ, ഒരു ഫ്ലോ സ്റ്റേറ്റിൽ മുഴുകി നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. 4ാമത്തെ കാര്യം, ലെറ്റ് ഗോ. എല്ലാ നെഗറ്റീവ് ചിന്തകളും, എല്ലാ സംശയങ്ങളും, എല്ലാ തെറ്റായ ചിന്തകളും എല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന ഉറപ്പോടെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ. 5ാമത്തെ സ്റ്റെപ്പ്, സ്റ്റേ ഗ്രേറ്റ്ഫുൾ. എനിക്കത് കിട്ടിയിരിക്കുന്നു, ഞാൻ നേടിയിരിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ എനിക്ക് ലഭിച്ചതിലെല്ലാം എണ്ണി എണ്ണി സന്തോഷം പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നുണ്ടോ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, സർവശക്തമായിട്ടുള്ള ഒന്നാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു കണ്ണിയാണ് നാം. ഈ വലിയ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു വലയെ സങ്കല്പിച്ചാൽ ആ വലയിലെ ഒരു കണ്ണിയാണ് നാം. നമ്മുടെ ആഗ്രഹങ്ങളെ എത്രമാത്രം ഉയർത്തുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകൾ എത്രമാത്രം പോസിറ്റീവ് ഉയർത്തുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളെ എത്രമാത്രം പോസിറ്റീവ് ഉയർത്തുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളെ, വിഷ്വലൈസേഷനെ എത്രമാത്രം നന്നായി വൈബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വൈബ്രേഷൻ ഈ പോസിറ്റീവായ ആംഗിളിൽ വൈബ്രേറ്റ് ചെയ്ത് ആ ലെവൽ ഉയരുമ്പോൾ, ആ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ, ആ ട്യൂണിങ് കറക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ കണ്ണിലൂടെ കടന്ന് നിങ്ങളുടെ ആഗ്രഹത്തിൽ എത്തുകയാണ്. ഇതൊരു ട്യൂണിങ് പ്രോസസ്സാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ട്യൂണിങ് പ്രോസസ്സാണ്. നിങ്ങൾ ട്യൂൺ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വൈബ്രേഷന്റെ ആക്ഷനെ, വിഷ്വലൈസേഷനെ ഉയർത്തി വരുമ്പോൾ ഈ കണ്ണിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എവിടെയാണുള്ളത് ആ വൈബ്രേഷനിൽ എത്തുകയും ആ വൈബ്രേഷനിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. തീർച്ചയായും സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. തീർച്ചയായും സാധിക്കുന്ന കാര്യം തന്നെയാണ്. സീക്രട്ട് എന്ന പുസ്തകത്തിൽ റോണ്ടാബൻ പറയുന്നുണ്ട്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചില് നെപ്പോളിയൻ ഹില്ല് പറയുന്നുണ്ട്. ഏകദേശം 500 പരം വിജയിച്ച ആളുകളെ എല്ലാം പഠിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ചിന്തിക്കുക, എനിക്ക് നേടുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. എല്ലാം ആരംഭിക്കുന്നത് ഒരു നല്ല ചിന്തയിലാണ്. നല്ല കാര്യം ആഗ്രഹിച്ചുകൊണ്ട് എന്താ നഷ്ടപ്പെടാനുള്ളത്? ആ തിങ്ക്, ഗ്രോ ചെയ്യുന്ന, ഉയരുന്ന സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നേടുവാൻ സാധിക്കും. യു ആർ എ ബാലാസ് എന്ന പുസ്തകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജെൻ സെൻസർ എഴുതിയ പുസ്തകം. നിങ്ങൾ അമാനുഷിക ശക്തികളുടെ വ്യക്തിയാണ്. പലപ്പോഴും ആളുകൾക്ക് തങ്ങളുടെ സാഹചര്യങ്ങളെ അതല്ലെങ്കിൽ സാധ്യതകളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, കഴിവുകളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഏത് സാധാരണക്കാരനും അസാധാരണക്കാരനും ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾക്കും അത് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ധൈര്യത്തോടെ മുന്നോട്ട് വരിക. ജീവിതം എത്രമാത്രം തറ പറ്റിപ്പോയതാണെങ്കിലും, എത്രമാത്രം താഴ്ന്നു പോയതാണെങ്കിലും മാനിഫെസ്റ്റേഷനിലൂടെ വിജയത്തിലേക്ക് കയറുവാൻ സാധിക്കും. തീർച്ചയായും ഈ പ്രോസസ് കൃത്യമായി ഫോളോ ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തെ കൊയ്യുവാൻ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.